ഹായ്, ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3ാമത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര, സമാന്തര ശ്രേണിയും ബീജഗണിതവും. ഈ ചാപ്റ്ററിലെ 63ാമത്തെ പേജിലെ എക്സസൈസിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. മുമ്പുള്ള ക്വസ്റ്റ്യൻസ് പഴയ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദി അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 and common difference 1/6 contains all natural numbers. ഫസ്റ്റ് ടേം 1/3യും പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് 1/6ഉമായിട്ടുള്ള ഒരു സമാന്തര ശ്രേണിയിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടായിരിക്കും. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ചെയ്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് ടേം നമുക്ക് x1 എടുക്കാം, ഈക്വൽ ടു അത് 1/3 ആണ്. 1/3. അതുപോലെ കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്, d ഈക്വൽ ടു 1/6 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ nth ടേം കണ്ടുപിടിക്കാം. n-ാം പദം xn, അത് x1 പ്ലസ് n-1 ഇൻറ്റു d, അല്ലെങ്കിൽ dn പ്ലസ് f മൈനസ് d, ഏതെങ്കിലും ഇക്വേഷൻ ഉപയോഗിക്കാം. ഞാനിവിടെ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കുന്നു. x1 നമുക്കറിയാം 1/3 ആണ്. 1/3 പ്ലസ് n-1 ഇൻറ്റു d, d 1/6 ആണ്. 1/6 ഈക്വൽ ടു 1/3 പ്ലസ് 1/6 ഇൻറ്റു n, അതായത് n/6 മൈനസ് 1/6 ഈക്വൽ ടു n/6. ഇനി വേണ്ടത് ഈ 1/3യും 1/3യിൽ നിന്ന് 1/6 കുറയ്ക്കണം. അതായത് 1/3 മൈനസ് 1/6 എന്നെടുത്താൽ ഇതിനെ നമുക്ക് 2/6 എന്നാക്കാം. 1/3നെ മാറ്റാം. 2 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് 2/6 മൈനസ് 1/6 എന്നായി, ഈക്വൽ ടു ഇതിൻ്റെ ആൻസർ നമുക്ക് 1/6 എന്ന് കിട്ടി. അപ്പോൾ n/6 പ്ലസ് 1/6 ആണ് നമുക്ക് nth ടൈം കിട്ടുന്നത്. അത് ഈ 1/6 ഇൻറ്റു n+1 എന്നെടുക്കാം, അല്ലെങ്കിൽ n+1/6 എന്നെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ xn ഈക്വൽ ടു n+1/6 എന്നാണ് നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ 1/6 ഇൻറ്റു n+1. ഇനി ഇവിടെ വേണ്ടത് ഇതിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എണ്ണൽ സംഖ്യകളും ഉണ്ടെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് n-ന് വാല്യൂ കൊടുത്തു. അപ്പോൾ n1 എന്ന് കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടും, n2 എന്ന് കൊടുത്താൽ സെക്കൻഡ് ടൈം കിട്ടും, n3 എന്ന് കൊടുത്താൽ നമുക്ക് തേർഡ് ടൈം കിട്ടും, അങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ വേണ്ടത് ഈ n+1 എന്നുള്ളത് 6 ആണെങ്കിൽ, ഇല്ലെങ്കിൽ 6ൻ്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ, ഡിവൈഡ് ബൈ 6 എന്നെടുത്താൽ അവിടെ നമുക്ക് കിട്ടുന്ന ആ ടേമുകളൊക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, വെൻ n ഈസ് ഈക്വൽ ടു 5 നമുക്ക് കിട്ടുന്ന ആൻസർ, n5 കൊടുത്താൽ നമുക്ക് x5 കിട്ടും. x5 ഈക്വൽ ടു 5 + 1/6 ആണ്, ഈക്വൽ ടു അത് 6/6 എന്ന് കിട്ടി, ഈക്വൽ ടു 1 ആണ്. ഇനി n6 കൊടുക്കാൻ 7 കൊടുക്കുക ചെയ്യാം. പക്ഷെ നമുക്കിപ്പോൾ ഈ n+1 എന്നുള്ളത് ഒരു 6ൻ്റെ മൾട്ടിപ്പിൾ ആകുന്നു. അതിൻ്റെ ഇടയ്ക്ക് മറ്റ് ടേമുകളുണ്ട്, പക്ഷേ ഇതിൽ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 6 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് n+1 ആയിട്ട് വരുന്നതെങ്കിൽ, അതായത് n+1 എന്നുള്ളത് 6ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അവിടെ കിട്ടുന്ന എല്ലാം പൂർണ്ണസംഖ്യകളായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത് കൊടുക്കുക. ഇവിടെ n+1 ഒരു 12 ആണ് കിട്ടേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ n-ന് നമുക്ക് 11 എന്നൊരു വാല്യൂ കൊടുത്താൽ, അതായത് വെൻ n ഈസ് ഈക്വൽ ടു 11, അപ്പോൾ x11 ഈക്വൽ ടു 11 പ്ലസ് 1 ഡിവൈഡ് ബൈ 6 ആണ്, ഈക്വൽ ടു അത് 12/6 ആണ്, ഈക്വൽ ടു 2 എന്ന് കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് മറ്റ് ടേമുകളുണ്ട്, പക്ഷേ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് അതിനുള്ള ഉണ്ട് എന്ന് കിട്ടണം. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് കിട്ടുന്നത് മാത്രമാണ് ഇവിടെ എഴുതുന്നത്. ഇനി അടുത്തത് വെൻ n ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ നോക്കും അടുത്ത മൾട്ടിപ്പിൾ 12 കഴിഞ്ഞാൽ പിന്നെ 18 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ n-ന് ഞാൻ 17 എന്നുള്ള വാല്യൂ കൊടുക്കും. വെൻ n ഈസ് ഈക്വൽ ടു 17 നമുക്ക് കിട്ടേണ്ടത് x17 ഈക്വൽ ടു 17 പ്ലസ് 1 ഡിവൈഡ് ബൈ 6 ആണ്, ഈക്വൽ ടു അത് 18/6, ഈക്വൽ ടു നമുക്ക് 3 എന്ന് കിട്ടും. ഇവിടെ 1 ഇതിലൊരു ടേമാണ്, 2 ഒരു ടേമാണ്, 3 ഒരു ടേമാണ്. അപ്പോൾ വെൻ n ഈസ് ഈക്വൽ ടു 5 അല്ലെങ്കിൽ
അടുത്തത് വരുന്നത് 12ൽ നിന്നും 1. ഇപ്പോൾ 6/6 കിട്ടാൻ വേണ്ടി 5th ടേം എടുത്തു. എന്നിന് 5 എന്നുള്ള വാല്യൂ വരുമ്പോൾ അതേപോലെ എന്നിന് 11 വന്നാൽ അപ്പോൾ 11 + 1 12. 12/6 നമുക്ക് പൂർണ്ണസംഖ്യ കിട്ടും. അതുപോലെ 17 + 1 18/6 അതും ഒരു നാച്ചുറൽ നമ്പേഴ്സ് പൂർണ്ണസംഖ്യ തന്നെ കിട്ടും. അതുപോലെ ഇനി 24 കിട്ടി, 24/6 അതും എടുക്കാൻ പറ്റും. അപ്പം 24 n+1 24 കിട്ടണമെങ്കിൽ എന്നിൻ്റെ വാല്യൂ 23 ആയിരിക്കണം, എക്സെട്ര. അപ്പോൾ ഇവിടെ when n is equal to 5, 11, 17, 23 അങ്ങനെ പോകുന്ന ആ പൊസിഷനാണ് എടുത്തതെങ്കിൽ then these terms are natural number. എന്നിന് 5, 11, 12 അങ്ങനെ 6ന്റെ മൾട്ടിപ്പിളിനേക്കാളും 1 കുറഞ്ഞ വാല്യൂ ആണ് n കൊടുക്കുന്നതെങ്കിൽ n+1 6ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അത് ഡിവൈഡ് ബൈ 6 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എല്ലാം, ആ സ്ഥാനത്തുള്ള പദങ്ങളെല്ലാം, ആ ടേംസ് എല്ലാം നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിലെ 4th ക്വസ്റ്റ്യൻ, 4ാമത്തെ ചോദ്യം. പ്രൂവ് ദാറ്റ് ദി അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 2/3 contains all odd numbers but no even numbers. അപ്പോൾ ഇവിടെ സമാന്തര ശ്രേണിയിൽ ഒന്നാമത്തെ പദം 1/3യും അതുപോലെ പൊതുവ്യത്യാസം 2/3യും ആയിട്ടുള്ള ആ അരിത്തമെറ്റിക് സീക്വൻസിൽ എല്ലാ ഓഡ് നമ്പേഴ്സും ഉണ്ട്. നമ്മളിപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടെന്ന് കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ അതിലെല്ലാം ഓഡ് നമ്പേഴ്സ് ഉണ്ട്, പക്ഷേ ഈവൻ നമ്പേഴ്സ് ഒന്നും ഇല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് nth ടൈം കണ്ടുപിടിച്ചിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈം എ അല്ലെങ്കിൽ ഇവിടെ x1 എടുക്കുന്നു. x1 = 1/3 ആണ്. അതുപോലെ d = നമുക്ക് 2/3 തന്നിട്ടുണ്ട്. 2/3 നമുക്ക് nth ടൈം കണ്ടുപിടിക്കാം. xn = x1 + n-1 × d എന്നുള്ള ഇക്വേഷൻ എടുക്കുന്നു. വേണമെങ്കിൽ dn + f - d എടുത്താലും ഈ ആൻസർ തന്നെ കിട്ടും. ഈക്വൽ ടു ഇവിടെ ഫസ്റ്റ് ടൈം 1/3 ആണ്. 1/3 + n-1 × 2/3 equal to 1/3 plus 2/3n, അതായത് 2n/3 minus 2/3 equal to 2n/3 എഴുതി. ഇനി നമുക്ക് 1/3 minus 2/3 ചെയ്യണം. 2/3 ഇവിടെ ഡിനോമിനേറ്റർ ചെയ്ത് ഒരുപോലെയാണ്, അപ്പോൾ 1 - 2 എടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് -1/3 എന്ന് കിട്ടും. -1/3 ഈക്വൽ ടു അത് 2n - 1 / 3. ഇതാണ് ഇതിൻ്റെ nth ടൈം. അപ്പോൾ അതെടുത്തെഴുതാം. xn = 2n - 1 / 3 ആണ്. ഇനി ഇവിടെ ഇതിൻ്റെ പ്രത്യേകത, ഈ 2n എന്ന് പറഞ്ഞാൽ അതൊരു ഈവൻ നമ്പറാണ്. 2n - 1 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പറിനകത്തു നിന്നും 1 മൈനസ് ചെയ്താൽ അതെപ്പോഴും ഓഡ് നമ്പർ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പേഴ്സ് ആയിട്ട് നമുക്ക് എണ്ണൽ സംഖ്യയിൽ ഓഡ് നമ്പേഴ്സ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇവിടെ ഡിവൈഡ് ബൈ 3 ആണ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ 6ന്റെ മൾട്ടിപ്പിൾ നോക്കി 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ് എഴുതിയത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചെയ്യാം. ഈ 2n - 1 നമുക്ക് 3യുടെ മൾട്ടിപ്പിൾ കിട്ടുന്ന പോലെ ആ സ്ഥാനത്ത് വരുന്ന ടേംസ് മാത്രം എടുത്താൽ, അതിൻ്റെ ഇടയ്ക്ക് മറ്റു ടേമുകൾ ഉണ്ടാവും എങ്കിലും ആ സ്ഥാനത്തുള്ള ടേം എടുത്താൽ അതിനകത്ത് ഈ നമുക്ക് ഓഡ് നമ്പേഴ്സ് കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് when n = 2 കൊടുക്കും. അപ്പോൾ ഇവിടെ x2 ആണ് ഇതിലെ സെക്കൻഡ് ടൈം. ഈക്വൽ ടു 2 × 2 - 1 / 3 ഈക്വൽ ടു അത് 4 - 1/3 എന്ന് കിട്ടും. ഈക്വൽ ടു 3/3 ആണ്. ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി അടുത്ത 3യുടെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ 3 ഇവിടെ കിട്ടി. അടുത്ത 3യുടെ മൾട്ടിപ്പിൾ 6 ആണ്. അപ്പോൾ 2 × ഏത് നമ്പർ എടുത്തിട്ട് മൈനസ് ചെയ്താൽ നമുക്ക് 6 കിട്ടും നോക്കാം. അടുത്ത് നമുക്ക് when n = 5 കൊടുത്ത് നോക്കാം. അപ്പോൾ x5 = 2 × 5 - 1 / 3 ആണ്. ഈക്വൽ ടു 2 × 5 10 ആണ്. 10 - 1 / 3 ഈക്വൽ ടു 9/3 ഈക്വൽ ടു 3. ഇവിടെ നമുക്ക് ഓഡ് നമ്പർ കിട്ടി. ഇനി when n = 8 കൊടുത്ത് നോക്കാം. 8 വന്നാൽ അവിടെ x8 = 2 × 8 - 1 / 3
ഈക്വൽ ടു 15. 28 16, 16 മൈനസ് 1 15. 15/3 ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ എടുത്തത് ഫസ്റ്റ് ടേം അല്ല, ഇതിനകത്തെ ഓഡ് നമ്പർ വരുന്ന ടേം കിട്ടാൻ വേണ്ടി നമ്മൾ എന്നിന് കൊടുത്തത് 2 വാല്യൂ കൊടുത്തത്. ഇപ്പോൾ 2, 2 3 5, 5 3 8 അങ്ങനെ ആ സ്ഥാനങ്ങൾ വന്നാൽ, എന്നിന് ആ വാല്യൂ വന്നാൽ ഇവിടെ നമുക്ക് കിട്ടുന്നതെല്ലാം ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ x2 അടുത്തത് 3 വെച്ച് കൂട്ടി നോക്കുക. x5, x8, x11 എക്സെട്ര ആർ ഓഡ് നമ്പേഴ്സ്. അതിനിടയ്ക്ക് മറ്റ് ടേമുകളുണ്ട്, പക്ഷെ അത് ഓഡ് നമ്പേഴ്സ് അല്ല. നമുക്കിതിൽ ഓഡ് നമ്പേഴ്സുകൾ ഉണ്ട്, എല്ലാ ഒറ്റസംഖ്യകളും ഉണ്ടെന്നും ഒരു ഇരട്ടസംഖ്യയും ഇല്ല എന്നുമാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഓർഡറിൽ നമ്മൾ ടേം എടുത്തു പോലെ ആ ടേമുകളെല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. അത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമ്മുടെ nth ടേം xn എന്ന് പറയുന്നത് അത് 2 × n-1 ഡിവൈഡ് ബൈ 3 ആണ്. അപ്പോൾ ഈ 2 × n എപ്പോഴും ഈവൻ നമ്പർ ആയിരിക്കും. അത് ഞാൻ പറഞ്ഞിരുന്നത് 2 × n എപ്പോഴും ഈവൻ നമ്പറാണ്. ഈ n ഏത് വാല്യൂ കൊടുത്താലും 2 × n ഈവൻ നമ്പറാണ്. അപ്പോൾ ആ ഈവൻ നമ്പറിൽ നിന്ന് 1 കുറച്ചാൽ കിട്ടുന്നത് എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും. ആ ഓഡ് നമ്പറിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരിക്കലും ഒരു ഈവൻ നമ്പർ കിട്ടില്ല. ഇപ്പോൾ അതായത് സിമ്പിളായിട്ട് ഓഡ് നമ്പർ ഡിവൈഡ് ബൈ 3 നോട്ട് ഈക്വൽ ടു ഈവൻ നമ്പർ. നമ്മളിപ്പോൾ 2n എന്നുള്ളത് ഈവൻ നമ്പറാണ്. അപ്പോൾ 2n നിന്നും 1 മൈനസ് ചെയ്താൽ അത് ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഓഡ് നമ്പറിനെയാണ് നമ്മൾ ഇവിടെ, ഇതിൻ്റെ ഇടയ്ക്ക് ഫ്രാക്ഷൻ വരുന്ന മറ്റു വാല്യൂസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ x2 x5 x8 x11 ഇതൊക്കെയാണ് പരിഗണിക്കുന്നത്. അവിടെയാണ് നമുക്ക് പൂർണ്ണസംഖ്യകളായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഇതിനകത്ത് ഓഡ് നമ്പേഴ്സ് ഉണ്ട്. എല്ലാ ഓഡ് നമ്പേഴ്സും ഇത് തുടർന്ന് പോവുകയാണെങ്കിൽ എല്ലാ ഓഡ് നമ്പേഴ്സും നമുക്ക് കിട്ടും. പിന്നെ ചിന്തിക്കേണ്ടത് 2n-1 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. 2n ഈവൻ നമ്പറാണ്. ഏത് എന്നിന് ഏത് വാല്യൂ കൊടുത്താലും 2 × 1 വന്നാൽ അത് ഈവൻ നമ്പർ ആയിരിക്കും. ആ ഈവൻ നമ്പറിൽ നിന്നും ഒരു 1 മൈനസ് ചെയ്താൽ കിട്ടുന്നത് എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഓഡ് നമ്പറിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈവൻ നമ്പർ ആൻസർ ആയിട്ട് കിട്ടൂല. അപ്പോൾ ഇവിടെ ഒരു ഓഡ് നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇപ്പോൾ ഈവൻ നമ്പർ കിട്ടൂല എന്ന് പറഞ്ഞു. അത് തന്നെ ഇവിടെ എഴുതി വെച്ചാൽ വിശദീകരിച്ച് എഴുതിയിട്ടില്ല. ഓഡ് നമ്പർ ഡിവൈഡ് ബൈ 3 നോട്ട് ഈക്വൽ ടു ഈവൻ നമ്പർ ആണ്. അപ്പോൾ ഇതിനകത്ത് ഈവൻ നമ്പർ ഇല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.